ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് FIR സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് FIR സിസ്റ്റം പഠിക്കാം. സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് FIR സിസ്റ്റം. FIR സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് സിസ്റ്റം. ഫിനിറ്റ് സാമ്പിൾസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് സിസ്റ്റം. ഒരു FIR സിസ്റ്റത്തിനെ നമുക്ക് ജനറലി ഒരു ഡിഫറൻസ് ഇക്വേഷൻ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ y of n equal to summation k0 to n minus 1 bk x of n minus k എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. bk x of n minus k. ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് Z ട്രാൻസ്ഫോം എടുക്കാം. അപ്പോൾ ഓൺ ടേക്കിംഗ് Z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, on taking Z transform on both sides, നമുക്ക് എങ്ങനെ എഴുതാം? y of z equal to summation k0 to n minus 1 bk z raised to minus k x of z എന്ന് എഴുതാം. ഇതിൽ y of z equal to summation k0 to n minus 1 bk z raised to minus k x of z എന്ന് പറഞ്ഞു. എക്സ് ഓഫ് സെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ വരും? y of z ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് z ഈക്വൽ ടു സമ്മേഷൻ k0 to n minus 1 bk z raised to minus k എന്ന് കിട്ടും. ഇതിൽ y of z ഡിവൈഡഡ് ബൈ h of z എന്ന് പറയുന്ന ടേമാണ് h of z. h of z നമുക്കറിയാം സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പം h of z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റമാണ്. h of z എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് സിസ്റ്റം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രക്ചറൽ FIR സിസ്റ്റത്തിന് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ബേസിക് ജനറൽ ഇക്വേഷൻ എടുത്തു, അതിന് Z ട്രാൻസ്ഫോം എടുത്തു. Z ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് കിട്ടും. ഈ ഇക്വേഷൻ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വരിക? ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുക മീൻസ് കെയുടെ വാല്യൂ 0 to n minus 1 വരെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ B0 ഇൻറ്റു Z raised to minus k, Z raised to 0 ആകുമ്പോൾ 1 പ്ലസ് B1 Z raised to minus 1 പ്ലസ് B2 Z raised to minus 2 പ്ലസ് എക്സെട്ര അപ് ടു Bn minus 1 Z raised to minus of n minus 1 എന്ന് വരും. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു FIR സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി FIR സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ 3 രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് അവൈലബിൾ ഫോർ റിയലൈസിങ് FIR സിസ്റ്റം ആർ. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. ഡയറക്റ്റ് ഫോം, ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. സെക്കൻഡ് വൺ കാസ്കേഡ് റിയലൈസേഷൻ. ആൻഡ് തേർഡ് വൺ ലീനിയർ ഫേസ് റിയലൈസേഷൻ. ലീനിയർ ഫേസ് റിയലൈസേഷൻ. അപ്പം ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ നമ്മൾ IR സിസ്റ്റം ചെയ്ത സമയത്ത് ഡയറക്റ്റ് ഫോം 1, ഫോം 2 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ എന്ന് പറയുന്നത് ഏകദേശം അതുപോലെ തന്നെ വരുന്നതാണ്. വലിയ ചേഞ്ചൊന്നും നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഫോർ realizing the FIR system are direct form realization, cascade realization and linear phase realization. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. നമുക്ക് ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ നോക്കാം. അപ്പം ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ്റെ അകത്ത് ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. h of z ഈക്വൽ ടു 1 പ്ലസ് 1 by 2 z raised to minus 1 പ്ലസ് 3 by 4 z raised to minus 2 plus 1 by 4 z raised to minus 3 plus 1 by 2 z raised to minus 4 plus 1 by 8 z raised to minus 1. ഇതാണ് h of zൻ്റെ
ഇക്വേഷൻ ഒരു സിസ്റ്റത്തിൻ്റെ FIR സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ആ ടേമിലേക്ക് എടുക്കുന്നത് B0 എന്ന് പറയുന്നത് 1, B1 എന്ന് പറഞ്ഞാൽ 1/2, B2 എന്ന് പറഞ്ഞാൽ 3/4, B3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 അപ് ടു BN അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിന് ഡയറക്റ്റ് ഫോമിൽ നമ്മൾ റിപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് H(z) എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും കൂടെ റിപ്ലേസ് ചെയ്ത് എഴുതാം. H(z) എന്ന് പറഞ്ഞാൽ എന്താണ്? Y(z) ഡിവൈഡ് ബൈ X(z) ഈക്വൽ ടു 1 പ്ലസ് 1/2 z റേസ് ടു -1 പ്ലസ് 3/4 z റേസ് ടു -2 plus 1/4 z raised to -3 plus 1/2 z raised to -4 plus 1/8 z raised to -5 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ y(z) മാത്രം നിർത്തിയിട്ട് x(z)നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ y(z) ഈക്വൽ ടു x(z) പ്ലസ് അങ്ങനെ എഴുതിക്കൂടെ x(z) പ്ലസ് 1/2 z ഇൻവേഴ്സ് x(z) plus 3/4 z raised to -2 x(z) plus 1/4 z raised to -3 x(z) plus 1/2 z raised to -4 x(z) plus 1/8 z raised to -5 x(z) എന്ന് കിട്ടും. ഇനി നമുക്കതിനെ ഡയറക്റ്റ് ഫോം യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള എന്താണ്? x(z) ആണ്. അപ്പം x(z) നമുക്ക് വരയ്ക്കാം x(z). നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു x(z). ഇനി x(z) പ്ലസ് 1/2 z ഇൻവേഴ്സ് x(z). അപ്പം പ്ലസ് 1/2 z ഇൻവേഴ്സ്. അപ്പം z ഇൻവേഴ്സ് എന്ന് പറയുന്ന ഡിലേ എലമെൻ്റ് അവിടെ വരുന്നുണ്ട്. അപ്പം z ഇൻവേഴ്സ് x(z) കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? z ഇൻവേഴ്സ് x(z). അതിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും? 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലയർ വരുന്നത് 1/2. അപ്പോൾ 1/2 ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1/2. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇവിടുത്തെ വാല്യൂ 1/2 z ഇൻവേഴ്സ് x(z) എന്നാണ് ഈ പോയിന്റിൽ വരിക. ഈ പോയിന്റിൽ നമുക്ക് z ഇൻവേഴ്സ് x(z) എന്നാണ് കിട്ടുക. ഇനി എന്താ നമുക്ക് വേണ്ടത്? x(z) പ്ലസ് 1/2 z ഇൻവേഴ്സ് x(z). അപ്പം x(z) എടുക്കുക, x(z) പ്ലസ് 1/2 z ഇൻവേഴ്സ് x(z). ഇതിനെടുത്തു. ദെൻ 3/4 z റേസ് ടു -2. അപ്പം x(z) ആണ്. അപ്പം z റേസ് ടു -1 x(z) ആണ്. ഇവിടെ ഒരു z റേസ് ടു -1 കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? z റേസ് ടു -2 x(z) എന്ന് കിട്ടില്ലേ? എന്ന് വെച്ചാൽ ഈ വാല്യൂ z റേസ് ടു -2 x(z). അതിനെ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മൾട്ടിപ്ലയർ 3/4. അപ്പോൾ 3/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വാല്യൂ ആണ് 3/4 z റേസ് ടു -2 x(z) എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? ആഡറിലേക്ക് കൊടുക്കണം. ആഡറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3/4 z റേസ് ടു -2 x(z) പ്ലസ് ഇത്രയും ടേംസ് അല്ലേ ഇവിടെ വരുന്നത്. തീർന്നില്ല, ഇനിയുണ്ട് 1/4 z റേസ് ടു -3. -3 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ z റേസ് ടു -1 ചെയ്യും. അപ്പം z റേസ് ടു -1 ഇവിടുത്തെ വാല്യൂ എന്താ കിട്ടും നമുക്ക്? z റേസ് ടു -1 x(z) എന്ന് വരും. അതിനെന്ത് ചെയ്യണം? 1/4 യൂസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലയർ 1/4. അതിന് 1/4 z റേസ് ടു -3 x(z) അങ്ങനെ പ്ലസ് 1/4. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1/4 z റേസ് ടു -3 x(z). ഇവിടെ z റേസ് ടു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം z റേസ് ടു -3. നമ്മുടെ തീർന്നില്ല. റിയലൈസേഷൻ എഗെയിൻ z റേസ് ടു -4 വരുന്നുണ്ട്. അപ്പം z റേസ് ടു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ z റേസ് ടു -4 x(z). ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം? 1/2 യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 1/2 യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങോട്ടേക്ക് കൊടുക്കാം? ആഡറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? 1/4 z റേസ് ടു പ്ലസ് 1/4 ഇത്രയും ടേംസ് എവിടെ എത്തും? ഇവിടെ എത്തും. പ്ലസ് 1/2 z റേസ് ടു -4 x(z). ഇവിടെയാണെങ്കിൽ 1/2 z റേസ് ടു -4 x(z) ഇവിടെ വരും. നമുക്കൊരു ടേമും കൂടെ ചെയ്യാനുണ്ട്. z റേസ് ടു -1 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് z റേസ് ടു -5 x(z) ഇൻറ്റു സ്കെയിലിംഗ് ചെയ്യണം. അപ്പോൾ 1/8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി?
1/8 ഇവിടുത്തെ വാല്യൂ ആണ് 1/8 z റേസ് ടു -5 എക്സ് ഓഫ് സെഡ് എന്ന് കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുന്നത്തെ ടേംസുമായിട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഔട്ട്പുട്ട് y ഓഫ് സെഡ് കിട്ടി. അപ്പോൾ നോക്കിയേ, y ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് പ്ലസ് 1/2 z ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് പ്ലസ് 3/4 z റേസ് ടു -2 എക്സ് ഓഫ് സെഡ് പ്ലസ് 1/4 z റേസ് ടു -3 എക്സ് ഓഫ് സെഡ് പ്ലസ് 1/2 z റേസ് ടു -4 എക്സ് ഓഫ് സെഡ് പ്ലസ് 1/8 z റേസ് ടു -5 എക്സ് ഓഫ് സെഡ്. ഇങ്ങനെയാണ് ഏത് മെത്തേഡിൻ്റെ അകത്ത് ചെയ്യാം? ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ ഓഫ് FIR സിസ്റ്റത്തിൻ്റെ അകത്ത് ചെയ്യാം. വളരെ എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് കാസ്കേഡ് റിയലൈസേഷൻ. സെക്കൻഡ് മെത്തേഡാണ് കാസ്കേഡ് റിയലൈസേഷൻ. ആൻഡ് തേർഡ് വൺ ലീനിയർ ഫേസ് റിയലൈസേഷൻ. കാസ്കേഡ് റിയലൈസേഷൻ നമുക്കറിയാം. കാസ്കേഡ് റിയലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ IR സിസ്റ്റം പഠിച്ച സമയത്ത് h ഓഫ് z എന്ന് പറയുന്ന സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യും? h1 ഓഫ് z ഇൻറ്റു h2 ഓഫ് z ഇൻറ്റു h3 ഓഫ് z എക്സെട്ര അപ് ടു hn ഓഫ് z വരെ വെച്ച് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും. ഇതാണ് നമ്മൾ ഏതിൻ്റെ അകത്ത് ചെയ്തത്? കാസ്കേഡ് ഫോം റിയലൈസേഷൻ്റെ അകത്ത് ചെയ്തത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാസ്കേഡ് ഫോം റിയലൈസേഷൻ്റെ അകത്ത് നമ്മളിവിടെ ഓരോ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷനും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അതിനെ കാസ്കേഡ് ഫോമിൽ റിയലൈസേഷൻ നടത്തും. അപ്പം h ഓഫ് z എന്ന് പറയുന്ന നമ്മുടെ സിഗ്നൽ, അതിൻ്റെ ഇൻപുട്ടാണ് എക്സ് ഓഫ് z, ഔട്ട്പുട്ട് y ഓഫ് z. ഇതിന് നമുക്ക് കാസ്കേഡ് ഫോമിൽ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? h1 ഓഫ് z മൾട്ടിപ്ലൈ ചെയ്യും. അതിന് h2 ഓഫ് z കൊടുക്കും. h1 ഓഫ് z ഇൻറ്റു h2 ഓഫ് z എക്സെട്ര അപ് ടു എവിടം വരെ വരും? അത് hn ഓഫ് z വരെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ എക്സ് ഓഫ് z ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാം? y1 ഓഫ് z എന്ന് വിളിക്കാം. ഇവിടെ y2 ഓഫ് z എന്ന് വിളിക്കാം. ഇവിടെ y ഓഫ് z. അപ്പം നമ്മുടെ h ഓഫ് z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? h ഓഫ് z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y ഓഫ് z ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് z അല്ലേ വരിക. ദെൻ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതേപോലെ തന്നെ h ഓഫ് z ഈക്വൽ ടു y ഓഫ് z ഡിവൈഡ് ബൈ എക്സ് ഓഫ് z. h1 ഓഫ് z നമുക്ക് എങ്ങനെ എഴുതാം? h1 ഓഫ് z ഈക്വൽ ടു y1 ഓഫ് z ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് z എന്ന് എഴുതാം. h2 ഓഫ് z ആണെങ്കിലോ y2 ഓഫ് z ഡിവൈഡഡ് ബൈ y1 ഓഫ് z. അങ്ങനെ നമുക്ക് hn ഓഫ് z ആണെങ്കിൽ y ഓഫ് z ഡിവൈഡ് ബൈ yn-1 ഓഫ് z. അങ്ങനെ നമുക്ക് ചെയ്യാലോ. അപ്പം ഇങ്ങനെയാണ് കാസ്കേഡ് ഫോമിൻ്റെ അകത്ത് നമ്മൾ റിയലൈസേഷൻ നടത്തുന്നത്. ദെൻ തേർഡ് വൺ ആണ് ലീനിയർ ഫോം റിയലൈസേഷൻ. അപ്പം ലീനിയർ ഫോം റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലീനിയർ ഫോം റിയലൈസേഷൻ നമുക്ക് ആദ്യം ലീനിയർ ഫോം റിയലൈസേഷൻ്റെ എക്സാമ്പിൾ ചെയ്യാം. അതെന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാസ്കേഡ് ഫോം റിയലൈസേഷൻ്റെ അകത്ത് നമ്മൾ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പം നമുക്ക് ലീനിയർ ഫോം റിയലൈസേഷൻ യൂസ് ചെയ്തും ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ലീനിയർ ഫോം റിയലൈസേഷൻ പഠിക്കാം. ലീനിയർ ഫോം റിയലൈസേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് ആണ് ലീനിയർ ഫോം ഓഫ് റിയലൈസേഷൻ്റെ അകത്ത് വരുന്നത്. മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ്. അപ്പം ഇതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1, h ഓഫ് z ഈക്വൽ ടു 1/4 പ്ലസ് 1/2 z ഇൻവേഴ്സ് പ്ലസ് 3/4 z റേസ് ടു -2 പ്ലസ് 1/2 z റേസ് ടു -3 പ്ലസ് 1/4 z റേസ് ടു -4 എന്നുള്ളത്. അപ്പം h ഓഫ് z ഈക്വൽ ടു ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് നമുക്ക് ലീനിയർ ഫോം മെത്തേഡിൽ റിയലൈസേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്കൊന്ന് h ഓഫ് z ഒന്ന് സിംപ്ലിഫിക്കേഷൻ നടത്താം. h ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്? y ഓഫ് z ഡിവൈഡ് ബൈ എക്സ് ഓഫ് z ഈക്വൽ ടു 1/4 പ്ലസ് 1/2 z റേസ് ടു -1 പ്ലസ് 3/4 z റേസ് ടു -2 പ്ലസ് 1/2 z റേസ് ടു -3 പ്ലസ് 1/4 z റേസ് ടു -4 എന്നതാണ്. ഇതിൽ നിന്ന് y ഓഫ് z ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/4 x ഓഫ് z പ്ലസ് 1/2 z ഇൻവേഴ്സ് x ഓഫ് z പ്ലസ് 3/4 z റേസ് ടു -2 x ഓഫ് z
plus 1 by 2 z raised to minus 3x of z plus 1 by 4 z raised to minus 4x of z എന്ന് വരും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ മൾട്ടിപ്ലയേഴ്സ് ആണ് 1/4, 1/2, 3/4, 1/2, 1/4. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 1/4 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 1/4 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1/4 ഇൻറ്റു എക്സ് ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു മൈനസ് 4 എക്സ് ഓഫ് സെഡ് എന്ന് വരും. പ്ലസ് 1/2 പിന്നെ വരുന്ന ടേം 1/2 അല്ലേ മൾട്ടിപ്ലയർ. അപ്പോൾ 1/2 കോമൺ ആക്കിയിട്ട് എടുത്തപ്പം സെഡ് റേസ് ടു മൈനസ് 1 എക്സ് ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു മൈനസ് 3 എക്സ് ഓഫ് സെഡ് എന്ന് കിട്ടും. പ്ലസ് പിന്നെ വരുന്ന ഒരു ടേമാണ് 3/4 സെഡ് റേസ് ടു മൈനസ് 2 എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ഓഫ് സെഡ് ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് എക്സ് ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു മൈനസ് 4 ആണ്. അപ്പം നമുക്ക് എക്സ് ഓഫ് സെഡ് വരയ്ക്കാം. ഇനി സെഡ് റേസ് ടു മൈനസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിലേ എലമെന്റ്സ് വേണം, 4 എണ്ണം വേണം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, സെഡ് റേസ് ടു മൈനസ് 1. എഗെയിൻ ഒരെണ്ണം കൂടെ എടുത്തു, സെഡ് റേസ് ടു മൈനസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, സെഡ് റേസ് ടു മൈനസ് 2 എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു സെഡ് റേസ് ടു മൈനസ് 1 കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ അവിടെ കിട്ടുക, സെഡ് റേസ് ടു മൈനസ് 3 എന്ന് കിട്ടി. പോരാ, എഗെയിൻ നമുക്ക് എന്ത് വേണം, സെഡ് റേസ് ടു മൈനസ് 1 വെച്ച് ചെയ്താൽ സെഡ് റേസ് ടു മൈനസ് 4 എന്ന് കിട്ടി. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സെഡ് റേസ് ടു മൈനസ് 1 എക്സ് ഓഫ് സെഡ്, ഇവിടുത്തെ വാല്യൂ സെഡ് റേസ് ടു മൈനസ് 2 എക്സ് ഓഫ് സെഡ്, ഇവിടെ സെഡ് റേസ് ടു മൈനസ് 3 എക്സ് ഓഫ് സെഡ്, ഇവിടുത്തെ വാല്യൂ സെഡ് റേസ് ടു മൈനസ് 4 എക്സ് ഓഫ് സെഡ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിന് രണ്ടിനെയും കൂടെ ആഡറിലേക്ക് കൊടുക്കാം. ഇതിന് രണ്ടിനെയും ആഡറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ആഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു മൈനസ് 4 എക്സ് ഓഫ് സെഡ് ഇല്ലേ, ഇൻറ്റു 1/4. അപ്പോൾ 1/4 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുമല്ലോ. ഇൻറ്റു 1/4 നമ്മൾ എന്ത് ചെയ്തു, ആഡറിലേക്ക് കൊടുത്തു. പ്ലസ് 1/2 സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് പ്ലസ് 1/2 വരുന്നുണ്ട്. സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു മൈനസ്. അപ്പം സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന വാല്യൂ സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് ആണ്. പ്ലസ് സെഡ് റേസ് ടു മൈനസ് 3 എക്സ് ഓഫ് സെഡ്, ഇവിടുത്തെ വാല്യൂ എന്ന് പറയുമ്പം സെഡ് റേസ് ടു മൈനസ് 3 എക്സ് ഓഫ് സെഡ് ഇവിടെയും വരും. അപ്പം സെഡ് റേസ് ടു മൈനസ് 1 എക്സ് ഓഫ് സെഡും സെഡ് റേസ് ടു മൈനസ് 3 എക്സ് ഓഫ് സെഡും കൂടെ നമ്മൾ എന്ത് ചെയ്തു, എടുത്തു. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഈ ഇത്രയും ടേംസ് വരും. അതിന് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കണം, ഒരു ആഡറിലേക്ക് കൊടുക്കണം. 1/2 ഇൻറ്റു സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് പ്ലസ് സെഡ് റേസ് ടു മൈനസ് 3 എക്സ് ഓഫ് സെഡ്, ഇത്രയും പോകുന്ന ടേം നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് മുന്നത്തെ വാല്യൂസുമായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തില്ലേ. ഇനി ഏതും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, പ്ലസ് 3/4 സെഡ് റേസ് ടു മൈനസ് 2. ഇവിടുത്തെ വാല്യൂ സെഡ് റേസ് ടു മൈനസ് 2 എക്സ് ആണല്ലോ. അതിനെ നമ്മൾ എന്ത് ചെയ്യും, 3/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3/4 ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പോർഷനിൽ 3/4 സെഡ് റേസ് ടു മൈനസ് 2 എക്സ് ഓഫ് സെഡ് വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ടേംസുമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആഡറിലേക്ക് കൊടുത്തു. ആഡറിലേക്ക് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് y ഓഫ് സെഡ്. അപ്പോൾ y ഓഫ് സെഡ് ഈക്വൽ ടു 1/4 x of z plus z raised to minus 4 x of z plus 1/2 into z raised to minus 1 x of z plus z raised to minus 3 x of z plus 3/4 z raised to minus 2 x of z. ഇവിടെ നമ്മൾ പറഞ്ഞു ലീനിയർ ഫോം റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താണ്, കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്ലയേഴ്സിന് നമ്മൾ സെയിം ആയിട്ട് വരുന്ന മൾട്ടിപ്ലയേഴ്സിനെ കോമൺ ആക്കിയിട്ട് എടുത്ത് ഗ്രൂപ്പ് ആക്കി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീനിയർ ഫോം റിയലൈസേഷനകത്ത് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സിനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ലീനിയർ ഫോം റിയലൈസേഷനിൽ നമ്മൾ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ നടത്തുക. നെക്സ്റ്റ് നമുക്ക് കാസ്കേഡ് റെപ്രസെൻറ്റേഷൻ നോക്കാം.